സാബു സാറേ, ഞാൻ നമ്മുടെ വനിതാ കൗൺസിലും കൂടി ഡ്യൂട്ടിക്ക് വന്നത്. അയ്യോ, ഊട്ടിക്ക് വന്നല്ല, ഡ്യൂട്ടിക്ക് വന്നെന്ന്. ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരു പെങ്കൊച്ചാണല്ലോ, അപ്പൊ നിയമപ്രകാരം ഒരു വനിതാ കൗൺസിൽ വേണമല്ലോ. അവർക്കാണെങ്കിൽ മുടിഞ്ഞ പേടി അങ്ങനെ കൂട്ടുവന്നതാ. ആരാ വനിതാ കൗൺസിൽ എന്നറിയാമോ? നയന. ഓ, നയന എന്ന് പറഞ്ഞാൽ സാറിന്റെ വായി വടിയുന്ന തേൻ എനിക്ക് ഇവിടെ കിട്ടി. സാറ് ഫോണ് പോയി. നയന വിളിച്ചതാരെന്നറിയാമോ? നയന. അയ്യോ, ഡെഡ് ബോഡി എടുത്ത് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയ നയന. നയന ഒരു തരത്തില് ജീവിക്കാൻ അനുവദിക്കൂല ഈ പട്ടി. നയന എവിടെ പോയിരുന്നടി? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും പറയത്തില്ല. നിനക്ക് നേരത്തെ വീട്ടിൽ കയറിക്കൂടാന്നോ? എന്തോ സാർ പറയുന്നത്? ഈ പേടിയുള്ള അമ്മമാരില്ലേ, മക്കള് മറത്ത് പറയണത്. അത് ഞാൻ അഭിനയിച്ച് കാണിച്ചത്. പേടിയില്ലല്ലേ? പേടിയൊന്നും ഈ ഭൂതവും പ്രേതവും സിനിമയിലല്ലേ ഉള്ളു. റിയൽ ലൈഫിൽ അങ്ങനൊന്നും ഇല്ല. സാറേ, പട്ടി ഓരിയിടുന്നു സാറേ. പട്ടി ഊരിയിടുവോ നിക്കറ് വലിച്ചേറ്റിടുവോ എന്താന്ന് വെച്ചാ ചേട്ടൻ നിനക്കെന്ത്? അതല്ല മനുഷ്യ, പട്ടി ഓരിയിടുന്നെന്ന്. നീ കേട്ടതാ? കേട്ട് എന്തിന് എന്നെയും കൂടി വിളിച്ച് കേൾപ്പിച്ചത്? ദാണ്ടെ ആ ശബ്ദം ഞാൻ ആദ്യമേ കേട്ടായിരുന്നു. ഞാൻ എന്റെ തലച്ചോറിനടുത്ത് പറഞ്ഞു പഠിപ്പിച്ചു മക്കളെ, അത് ശങ്കിന്റെ നാദോന്ന്. അപ്പൊ ശരിക്കും സാറ് പേടിയില്ല? സാറേ വാ തുറന്ന് വല്ലതും പറയാം സാറേ. അങ്ങോട്ട് പേടിച്ചിട്ട് നാക്ക് താണു പോയി, ഒന്നും പറയാൻ പറ്റണില്ല. ഞാൻ എന്തോ അയ്യോ ദൈവം തമ്പുരാനെ, ഹൊറർ താണ്ട റൊമാൻറ്റിക് ആവണ്. നയന എന്തോന്നിത്? സാറേ, എങ്ങനെ സാറേ പേടിച്ചാ കെട്ടിപ്പിടിക്കും? ഓഹോ, ആ പട്ടി പോയോ? അപ്പൊ പേടിച്ചാ കെട്ടിപ്പിടിക്കും. ആ പട്ടി ചത്താടാ, ആവശ്യത്തിനൊന്നും കൂവത്തുമില്ല. ഇനി ഞാൻ തന്നെ കൂവാം. അയ്യോ, അത് കുയിലല്ലേ, പൊട്ടക്കുറണി. മലമുഴക്കി വേഴാമ്പൽ. ഈ പട്ടിയുടെ ശബ്ദം എങ്ങനെയായിരുന്നു? ഗൂഗിൾ പ്ലീസ് ഡൗൺലോഡിങ് പട്ടിയുടെ സൗണ്ടുള്ള മിമിക്രി. പട്ടിയുടെ സൗണ്ടുള്ള മിമിക്രി എന്ന് പറഞ്ഞാൽ കുറെ പുഴുത്ത സ്കിറ്റ് അല്ലാതെ ഒന്നും വരണില്ല. ഇനി എന്തോ ചെയ്യുമോ? ഇനി ഞാൻ തന്നെ ഇടാം. പേടി മാറ്റാം. ഞാൻ വരണ്ടില്ല, പേടി മാറ്റേ. ഇത് കൈന്നിട്ട് കളിച്ചേ. അത് സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വരും. അതിനെ നമ്മ സുധാരൻ സാറിന്റെ കൂടെ ഡ്യൂട്ടിക്ക് വരണം. ആരോടാ? സുധാരൻ സാറിന്റെ കൂടെ. എന്നാ ധൈര്യമൊന്നോ സാറിന്? ഈ പറഞ്ഞ സുധാരൻ സാറ് ഒരു ദിവസം രാത്രി സ്റ്റേഷന്റെ ബാക്കിൽ മൂത്രം ഒഴിക്കാൻ ഇറങ്ങി. സ്വന്തം മൂത്രം ഇങ്ങനെ ഒലിച്ചു പോണ കണ്ടുകൊണ്ട് രാജവെമ്പാല എന്ന് പറഞ്ഞ് ചൂരലെടുത്തിട്ട് 3 മണിക്കൂറാണ് ആ മൂത്രത്തിൽ ഇട്ട് അടിച്ചത്. അവസാനം പാമ്പ് ചാവുന്നില്ല എന്ന് പറയുന്നടാ, ദേഹത്ത് മൊത്തം ചെളിയായിട്ട് ഓടിയേക്കണ് വാവാ സുരേഷിനെ വിളിക്കാൻ. അതാണ് ഈ പറഞ്ഞ സാറ്. സാറേ, ശരിക്കും പേടിച്ച് ഇങ്ങനെയൊക്കെ ആവോ സാറേ? പേടിച്ച ഇങ്ങനെയൊക്കെ ആവും. ഉദാഹരണത്തിന് എന്റെ അച്ഛൻ. സാറിന്റെ അച്ഛനോ? ഒരു ദിവസം അച്ഛന് ഇതുപോലെ രാത്രി പുറത്തിറങ്ങി ഞങ്ങളുടെ വീട്ടിലെ പട്ടിയെ കണ്ടങ്ങ് പേടിച്ച്. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് അച്ഛന് പട്ടിയുടെ സ്വഭാവമാ. എവിടെങ്കിലും പോയി വല്ല പിള്ളേരെയും ചെരുപ്പ് അടിച്ചെടുത്തോണ്ട് വരുക. അമ്മ ചായ കൊടുത്തു കഴിഞ്ഞാൽ ടൈൽസിൽ ഒഴുക്കിച്ചിട്ട് നക്കി നക്കി കുടിക്കുക. മെയിൻ വിഷയം എന്ന് വെച്ചാൽ വേലിക്കല്ല് കണ്ടു കഴിഞ്ഞാൽ കാല് പൊക്കിന്ന് പെടുക്കും. ഇന്നലെ താണ്ട പോയേക്കുന്ന അക്ഷയയില് എന്തിന് ഗസറ്റില് ഗംഗാധരൻ എന്നുള്ള അച്ഛന്റെ പേര് മാറ്റി കൈസർന്നാക്കാൻ. അടിപൊളി. പിന്നെ അടുത്ത മാസം ഞാൻ പെടും. എന്ത് സാറേ? കന്നിമാസം അല്ലേ, ഇങ്ങനെ തപ്പി ഞാൻ എവിടൊക്കെ പോകുന്ന എനിക്ക് ദാഹം മാറ്റുന്നു. അതിന് വെള്ളം കുടിച്ചാ പോരെ? വെള്ളം കുടിച്ചാൽ മിനിറ്റിന് തൂല അവിടെ പോയി പെടുക്കണം. എനിക്കാണെങ്കിൽ പേടിയില്ല. നീ വരുവോ? അതാണ്. ഇതാവുമ്പോ ചെറുതായിട്ട് തൊണ്ട നനച്ച് കിടക്കും. സാറേ ഒരല്ലിതാ സാറേ. അല്ലി ഗംഗയുടെ കൂടെ സ്വർണം മേടിക്കാൻ പോകും. അതല്ല സാറേ, ഒരു ഓറഞ്ച് സാറേ. എടി കൊതിച്ച്, ഇത് നിന്റെ കൈ ഇരുന്ന് തന്നെ. നിനക്കെടുത്തൊന്നൂടായിരുന്നോ? സാർ അവിടെ ഓറഞ്ച് അത്തെ ഫയലിന്റെ ഉണ്ട്. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ അതാണ് അടുത്തത്. അതാ മരിച്ചേർന്ന കൊച്ചിന്റെ കയ്യിരുന്നേ. എവിഡൻസാ മനുഷ്യ. എവിഡൻസ് ആണോ? പിന്നെ അപ്പൊ ഇത്രയും നേരം ഞാൻ തിന്നത് ഡെഡ് ബോഡിയുടെ സ്നാക്സ് ആയിരുന്നു. മറന്നാ? അല്ല, അന്ന് അടുത്തത് പറ. എന്താണ് പറയേണ്ടത്? അയ്യോ, അതൊന്നും അല്ലേ സാറേ. അയ്യോ, ഇത് പേടിച്ചിട്ടെല്ലാം പോയി സാറേ കൈ. അല്ല, ഞാൻ എന്താണ് അടുത്തത് പറയാം. അടുത്തവണ വേറെ കോൺസ്റ്റബിളിന്റെ കൂടെ വരേണ്ടി വരും. എന്റെ സ്റ്റേഷന് ഞാൻ കയറ്റൂല. അപ്പൊ ഞാൻ പറയാം. അടുത്തെന്ന് വെച്ചാൽ ദൈവത്തോർന്ന് SI വരുമ്പോ ഞാൻ ഇത് കടിച്ച കാര്യം പറയരുത്. ഞാൻ പറയത്തില്ല സാറേ, പക്ഷേ ആത്മാവ് പറയാതിരുന്നാ മതി. നീ എന്തിനാണ് എപ്പോഴും ആത്മാവെന്ന് പറഞ്ഞു? ഒന്നാമത് എനിക്ക് അത് കാണുമ്പോ പേടിയാവുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ ആത്മാവിനെ ഉണ്ടെന്ന് നോക്കി സത്യ സാറേ. എങ്ങനുണ്ട്? റിയൽ ലൈഫിലുണ്ടോ? ഉണ്ട് സാറേ, എനിക്ക് അനുഭവം ഉണ്ട്. ഞാനുണ്ടല്ലോ, ഉദാഹരണത്തിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ, വെളുക്കുന്നത് വരെ ആരും എന്റെ അടുത്ത് വന്ന് കിടന്നാലും ഞാൻ അറിയത്തില്ല സാറേ. ഇത് ശരിക്കും എന്റെ ആത്മാവ് പോണയാണോ? ഇത് സംശയമാണോ ക്ഷണമാണോ എന്നറിയാതെ ഞാൻ എങ്ങനെ ഉത്തരം പറയും സാറേ? സംശയമാണെങ്കില ഒറ്റ വാക്കി പറയാൻ അറിഞ്ഞൂടാന്ന്.
ക്ഷണമാണെങ്കിലാ വാട്സപ്പ് നമ്പർ തരും. അടിച്ച് മൂക്കാമണ്ട വിട്ടിക്കുക. വെറുതെ ഇരുട്ടത്ത് ചമ്മി വല്ല കാര്യം ഉണ്ടായിരുന്നു. അല്ല സാർ ഇതെന്തുവാ? ഇതെന്തുവാ? ഇതാണ് പക്കളുള്ള ബെൽറ്റ്. അതാണ് പൊക്കള് താടി ഇട്ടിരിക്കുന്നേ. ഇടി പ്രാസക്കോ മേടിച്ചി. അയ്യേ, ഇതെന്തിനാന്നറിയാമോ? ഈ രാത്രി ആവുമ്പോ നേരം വെളുക്കുന്ന ഒരു സമയം പോണല്ലോ. ഇതാവുമ്പോ ഇങ്ങനെ കിണുകിണാന്ന് കറക്കി വെളുപ്പിക്കാം. ഞാൻ പറയുന്നുണ്ട്. നീ പറഞ്ഞു കൊടുക്കും. പറയുന്നുണ്ട്. അപ്പൊ 2 ശവത്തിന് ഞാൻ കാവൽ നിൽക്കും. ഞാൻ തമാശ പറഞ്ഞതാണ്. ആ പെണ്ണിന്റെ കാലിലില്ലേ സ്വർണ്ണ കൊലുസിരിക്കുന്നേ, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിറ്റിട്ട്. എന്റെ പൊന്ന് സാറേ, ഈ മരിച്ച ആളുടെ വെല്ല എടുത്താലേ നമ്മള് പുഴുത്തേ ചാവത്തുള്ളൂ സാറേ. പുഴുത്തു ചാവോ? പിന്നില്ലാതെ. നേരത്തെ പറയണ്ടേ, ദൈവമേ ഒന്നാമതേ പുഴുത്തു നിക്കണം. അപ്പൊ ഇതും കൂടി ആവുമ്പോ എനിക്ക് താങ്ങാൻ ഏതാണ് ഇതങ്ങിട്ട് കൊടുത്തേ. കള്ളാന്നൊന്നുമല്ല, ഞാൻ സത്യം തുറന്നു പറയട്ടെ നയന സാറേ, എനിക്കിപ്പോ ഭയങ്കര പേടിയാണ്. ഞാനിപ്പോ പേടിച്ച് തൂറി ചാവും. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാറേ. അതിന്റെ പാട്ട് പാടിയാ പറയും ഞാൻ. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യും. നിർത്ത്, ഞാൻ പേടിച്ച് തൂറി ചത്തോളാം. നിന്റെ പാട്ട് വേണ്ട. എന്താ ഞാനേ കഥ പറയട്ടെ. പ്രേതത്തിന്റെ കഥയില്ലേ, ചെബുക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കും. അത് വേണ്ട. എന്തോ സാറേ കൈപിടിക്കണേ? അയ്യോ, ലോകം അവസാനിക്കാൻ പോകുന്നേ. പ്രപഞ്ചമേ, നിന്റെ പോക്കിത് എങ്ങോട്ട്? എന്തോന്ന് സാറേ? കാരണം വെളുപ്പാങ്കാലം 6:30 ഇതുവരെ സൂര്യ ഉദിച്ചില്ല. എന്റെ പൊന്നു സാറേ, എന്റെ വാച്ച് ചത്തതാ. അത് ഇതും ചത്തിരിക്കുമെന്ന്. ഇത് ചാവലിന്റെ സീസണാണ്. ദാഹരണം. ഇപ്പൊ കറക്റ്റ് എത്ര മണിയായി? 10-12 മണിയായി. 10-12 മണിയോ? ഈ ഒരു 6-7 മണി വരെ ഇനി ഇതിന് കാവലിരിക്കണമല്ലോ. ഇനി ഒരു ഒറ്റ ഐഡിയ ഉള്ളൂ. അങ്ങോട്ട് നോക്കിയേ. നീയോ ഇങ്ങോട്ട് വന്നില്ല. ഞാനെങ്കിലും ഒന്ന് പേടി മാറ്റിട്ട്.